നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില കുട്ടികളെങ്കിലും മാർക്ക് നേടാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സബ്ജക്റ്റ് ആണല്ലോ മാത്തമാറ്റിക്സ്. മറ്റെല്ലാ സബ്ജക്ട്സിലും നല്ല മാർക്ക് വാങ്ങുമ്പോഴും മാത്തിന്റെ മാർക്ക് കുറഞ്ഞു തന്നെ നിൽക്കുന്നു. ഇതെങ്ങനെ മാറ്റിയെടുക്കാം? വളരെ കുറഞ്ഞ മാർക്കിൽ നിന്നും 80-90% ധാരാളം കുട്ടികളെ എത്തിച്ച ഒരു ട്യൂട്ടർ എന്ന നിലയിൽ എന്റെ കുട്ടികളോട് പറയുന്ന അതേ ടിപ്സ് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് വിവരങ്ങൾ മാക്സിമം കുട്ടികളിലേക്ക് എത്തിക്കുമല്ലോ. ഹൗ ടു സ്റ്റഡി മാത്തമാറ്റിക്സ് ഈസിലി. ടിപ്പ് നമ്പർ 1, ടീച്ചർ ക്ലാസ്സിൽ ഓരോ ടോപ്പിക്കായി എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. ഏതെങ്കിലും ഫോർമുലാസ് ഓർ കോൺസെപ്റ്റ്സ് ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് നോട്ട് ഡൌൺ ചെയ്യാൻ മറക്കരുത്. കാരണം അത് എക്സാമിന് വരുന്നതായിരിക്കും. അതുപോലെ നോട്ട് ഡൌൺ ചെയ്യുന്ന സമയത്ത് ടീച്ചർ ക്ലാസ്സിൽ പറയുന്നത് കേൾക്കാതെ പോകരുത്. എഴുതുന്നതിനേക്കാൾ കൂടുതലായി ക്ലാസ് ശ്രദ്ധിക്കുക. അതോടൊപ്പം അവ പൂർണ്ണമായും മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ടോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ അന്നോ പിറ്റേന്നോ ആയി ചോദിച്ച് ക്ലിയർ ചെയ്തിരിക്കണം. ചില കുട്ടികളുണ്ട് അടുത്ത എക്സാമിനായിരിക്കും എനിക്കിത് മനസ്സിലായില്ല എന്ന് പറയുന്നത്. അതൊരു എക്സ്ക്യൂസ് മാത്രമാണ്. ടെസ്റ്റിന് മുമ്പായി എന്തായാലും ടോപ്പിക്കിലെ കംപ്ലീറ്റ് ഡൌട്ട്സും ക്ലിയർ ചെയ്തിരിക്കണം. ടീച്ചർ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ മാക്സിമം ശ്രമിക്കുക. തെറ്റുമോ എന്ന് ചിന്തിച്ച് പറയാതിരിക്കരുത്. തെറ്റിയാൽ ടീച്ചർ തിരുത്തി തരുമല്ലോ. സെക്കൻഡ് 1, മറ്റെല്ലാ സബ്ജക്ട്സിനെയും പോലെ മാത്തമാറ്റിക് ടെക്സ്റ്റ് ബുക്കും തീർച്ചയായും വായിക്കണം. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓരോ ടോപ്പിക്കുകളും കൃത്യമായി വ്യക്തമായി സമയമെടുത്തു തന്നെ വായിച്ചു മനസ്സിലാക്കുക. ഡെഫിനിഷൻസ്, ഫോർമുലാസ് ഇവ നോട്ട് ചെയ്യുക. ഓരോ എക്സസൈസിനും മുൻപായിട്ടുള്ള എക്സാമ്പിൾസ് എല്ലാം ചെയ്തു നോക്കേണ്ടതാണ്. അതായത് മാത്സ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും വായിച്ചു പഠിച്ചു വെക്കരുത്. നിങ്ങൾക്ക് മനസ്സിലായി അറിയാം എന്നൊക്കെ തോന്നും, പക്ഷെ മനസ്സിൽ നിൽക്കില്ല, അവ മറന്നുപോകും. ഓരോ ക്വസ്റ്റ്യൻസും ചെയ്തു തന്നെ പഠിക്കണം. എക്സാമ്പിൾസ് എല്ലാം ചെയ്തു പഠിക്കുന്നത് എക്സസൈസ് ക്വസ്റ്റ്യൻസ് എളുപ്പമാകാൻ സഹായിക്കും. ഓരോ ദിവസവും നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ ടീച്ചർ പഠിപ്പിച്ചത് കൂടാതെ 2-3 പേജസെങ്കിലും കൂടുതലായി വായിച്ചു വെക്കുക. പിന്നീട് ഇത് ടീച്ചർ പഠിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകും. ക്ലാസ് ബോറടിക്കുകയുമില്ല. നമ്പർ 3, ടീച്ചർ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഹോംവർക്ക്, വർക്ക്ഷീറ്റ്സ് ഇവ മാത്രം പോരാ. കൂടുതൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് കോൺസെപ്റ്റ്സ് കൂടുതൽ ക്ലിയർ ആകുന്നതും നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻസും കൂടുതൽ എളുപ്പമാകുന്നതും. സോൾവിംഗ് പ്രോബ്ലംസ് ഓവർ ആൻഡ് ഓവർ ഇസ് ദ ബെസ്റ്റ് വേ ടു ഗുഡ് അറ്റ് മാത്ത്. ഗൈഡുകളിൽ നിന്നും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സോഴ്സുകളിൽ നിന്നും ധാരാളം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നമ്പർ 4, ടെസ്റ്റ് പേപ്പേഴ്സിനോ പരീക്ഷകൾക്കോ ഒരിക്കലും തലേ ദിവസം മാത്രം പഠിക്കാനായിരിക്കരുത്. എല്ലാം കൂടി ഒരുമിച്ചെടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവുകയേ ഉള്ളൂ. ഒന്നും കംപ്ലീറ്റ് ആയി മനസ്സിലാവുകയില്ല. ഉറക്കമൊഴിഞ്ഞൊക്കെ ഇരുന്ന് പഠിച്ചാൽ ബ്രെയിൻ കൂടുതൽ ടയേർഡ് ആവുകയും പഠിച്ചതും കൂടി പിറ്റേ ദിവസം മറന്നുപോവുകയും ചെയ്യും. അതുകൊണ്ട് ഓരോ ദിവസവും ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പാർട്ട് അന്നന്നു തന്നെ പഠിച്ചു തീർക്കുക. ഡെയിലി ഹാഫ് ആൻ അവർ എങ്കിലും മാത്സ് ചെയ്തു പഠിക്കാനായി മാറ്റിവെക്കുക. ഒരു ടെൻഷനുമില്ലാതെ നിങ്ങൾക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ കഴിയും. മാർക്കിലും വളരെയധികം ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും. നമ്പർ 5, നിങ്ങൾ ഹോംവർക്ക് ചെയ്യുമ്പോഴും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും എല്ലാം ഓരോ ക്വസ്റ്റ്യൻസ് പഠിപ്പിക്കുമ്പോൾ ടീച്ചർ എങ്ങനെയാണോ ക്ലാസ്സിൽ സ്റ്റെപ്സ് എഴുതി തന്നത് അതുപോലെ കംപ്ലീറ്റ് സ്റ്റെപ്സ് എഴുതി തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പഠിക്കുമ്പോൾ എക്സാമിനും നിങ്ങൾ കൃത്യമായി സ്റ്റെപ്സ് എഴുതി തന്നെ ചെയ്യും. ഇതിന് 2-3 ഗുണങ്ങളുണ്ട്. അതിലൊന്ന്, ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് തെറ്റിയാൽ അത് ഏത് സ്റ്റെപ്പ് മുതലാണ് തെറ്റിയതെന്ന് മനസ്സിലാകും. 2, എക്സാമിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കൂടാതെ 2, 3, 4, 5 മാർക്സ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. അങ്ങനെ വരുമ്പോൾ ഓരോ സ്റ്റെപ്പിനും മാർക്കുണ്ടാകും. ഫോർ എക്സാമ്പിൾ 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യന് ഫൈനൽ ആൻസറിന് 1 മാർക്കായിരിക്കും ഉണ്ടാവുക. കംപ്ലീറ്റ് സ്റ്റെപ്സ് ചെയ്ത് ലാസ്റ്റ് ആൻസർ മാത്രം തെറ്റിപ്പോയ കുട്ടിക്ക് ആ 1 മാർക്ക് ഒഴികെ ബാക്കി 3 മാർക്കും സ്റ്റെപ്സിന് കിട്ടും. മൂന്നാമത്തെ ബെനിഫിറ്റ്, കണക്കിനെ സംബന്ധിച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കൂടി പലതും സ്റ്റെപ്സ് എഴുതി ചെയ്തു നോക്കേണ്ടതായി വരാം. നിങ്ങൾക്ക് സ്റ്റെപ്സ് എഴുതി ചെയ്ത് പഠിക്കുന്ന ശീലമുണ്ടെങ്കിൽ സ്പീഡിൽ അവ ചെയ്ത് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ കഴിയും. അടുത്തതായി പറയാനുള്ളത് അതാണ്. മാത്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോൾ സ്പീഡിൽ തന്നെ ചെയ്ത് പഠിക്കുക. ഓരോ ക്വസ്റ്റ്യൻസും ടൈം നോക്കി തന്നെ ചെയ്ത് പഠിക്കുക. ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എടുത്ത് 10 മിനിറ്റ്സ് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായി ഇരിക്കരുത്. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞ്
2 മിനിറ്റിനുള്ളിൽ ആൻസർ കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻ നോക്കുക, ചെയ്തു പഠിക്കുക, പിന്നീട് അതേ മോഡൽ ക്വസ്റ്റ്യൻ സെൽഫ് ടെസ്റ്റ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോഴും എക്സാമിനാണേലും ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ഓരോ വേർഡും ഫോക്കസ് ചെയ്തു തന്നെ വായിക്കണം. ഒന്നും വിട്ടുപോകരുത്. എന്തായാലും ക്വസ്റ്റ്യൻ 2 ടൈംസ് എങ്കിലും വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം ആൻസർ ചെയ്യാൻ ആരംഭിക്കുക. പ്രോപ്പർ ആയിട്ട് ക്വസ്റ്റ്യൻ വായിക്കാതെ അറിയാവുന്ന ആൻസേഴ്സ് കൂടി തെറ്റിക്കുന്ന കുട്ടികളുണ്ട്. ഉദാഹരണത്തിന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ LCM അല്ലാത്തതേത് എന്ന് ചോദിക്കുമ്പോൾ LCM ആയ ആൻസർ എടുത്ത് എഴുതി വെക്കുന്ന കുട്ടികളുണ്ട്. അതായത് നോട്ട് എന്ന വേർഡ് കണ്ടില്ലെന്നർത്ഥം. അതുപോലെ ആദ്യ ക്വസ്റ്റ്യൻസ് മുതൽ സ്പീഡിൽ തന്നെ ചെയ്ത് ടൈം മാനേജ് ചെയ്ത് എക്സാംസും ടെസ്റ്റ് പേപ്പേഴ്സും അറ്റൻഡ് ചെയ്യണം. അതിന് വീട്ടിലിരുന്ന് സ്പീഡിൽ തന്നെ ചെയ്തു പഠിക്കണം. 7th വൺ, മിക്ക കുട്ടികൾക്കും മാർക്ക് പോകുന്നത് വേർഡ് പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു സെന്റൻസിനെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റി പ്രോപ്പർ കാൽക്കുലേഷൻ ചെയ്ത് ആൻസേഴ്സ് കണ്ടുപിടിക്കണം. ഇത് കുറച്ച് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമാണ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആക്കണം, പിന്നീട് പ്രോപ്പർ കാൽക്കുലേഷനിൽ എത്തണം. അതുകൊണ്ട് തന്നെ വേർഡ് പ്രോബ്ലംസ് കൂടുതൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിന്റെ എഫിഷ്യൻസി കൂടും, തിങ്കിങ് എബിലിറ്റി കൂടും. ആൻസർ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം നിങ്ങൾ ആ വേർഡ് പ്രോബ്ലത്തിനെ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളാണ് ആ സിറ്റുവേഷനിലെന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ തീർച്ചയായും കൃത്യമായി കാൽക്കുലേഷൻ നിങ്ങളുടെ ഓർമ്മയിൽ വരും. പഠിക്കേണ്ട കോൺസെപ്റ്റ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ വേർഡ് പ്രോബ്ലംസ് ചെയ്തു നോക്കേണ്ടത് അത്യാവശ്യമാണ്. അതുവഴി നിങ്ങൾക്ക് കുറെ കീവേഡ്സ് കിട്ടും. ഏത് തരം ക്വസ്റ്റ്യനിൽ ഏത് കാൽക്കുലേഷൻ വരും, എങ്ങനെ ചെയ്യണം എന്നൊക്കെ മൈൻഡിൽ ഫിക്സ്ഡ് ആകും. 8th വൺ, നിങ്ങൾ പുതിയ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ പഴയ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാൻ മറക്കരുത്. അന്നന്നത്തെ ടോപ്പിക്സ് പഠിച്ചു തീർക്കുന്നതോടൊപ്പം പഴയ ചാപ്റ്റേഴ്സിലെ ഓരോ പ്രോബ്ലം എങ്കിലും ഡെയിലി ചെയ്തു നോക്കുക. 9th വൺ, ചില കുട്ടികൾക്ക് മാത്ത് എക്സാം അടുക്കുമ്പോഴേക്കും പനി, തലവേദന, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ കണ്ണിലിരുട്ട് കയറുക, BP കൂടുക, തലകറങ്ങി വീഴുക, അല്ലെങ്കിൽ മൈൻഡ് ബ്ലാങ്ക് ആവുക, ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇത് മാറ്റാനായി വീക്കിലി വൺസ് എങ്കിലും സെൽഫ് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. ടോപ്പിക് നന്നായി പഠിച്ച ശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് ടൈം ഡ്യൂറേഷൻ ഫിക്സ് ചെയ്ത് എക്സാം ഹാളിൽ എന്ന പോലെ അറ്റൻഡ് ചെയ്യുക. ടൈം കംപ്ലീറ്റ് ആകുമ്പോൾ അതിന്റെ സൊല്യൂഷൻ നോക്കി കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ആയതിന്റെ അത്രയും മാർക്ക് നിങ്ങൾക്ക് കിട്ടും. തെറ്റിയവ കറക്റ്റ് ചെയ്ത് കൂടുതൽ നന്നായി പഠിക്കുക. കൂടുതൽ പഠിക്കും തോറും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും, കൂടുതൽ ആൻസേഴ്സ് കറക്റ്റ് ആയി കിട്ടും. അല്ലാതെ എക്സാമിനെ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. 10th വൺ, മാത്സ് എന്നല്ല ഏതൊരു സബ്ജക്റ്റും പഠിക്കുമ്പോൾ മറ്റു കുട്ടികളുമായി ഡിസ്കസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്കറിയാവുന്ന കോൺസെപ്റ്റ്സ് അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ആ സബ്ജക്ട്സ് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആകാൻ സഹായകരമാകും. യഥാർത്ഥത്തിൽ മാത്തമാറ്റിക്സ് എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ട് സബ്ജക്റ്റേ അല്ല. ഏത് സബ്ജക്റ്റും അതിനെ ഇഷ്ടപ്പെട്ട് അതിന്റേതായ രീതിയിൽ കൃത്യമായി പ്രാക്ടീസ് ചെയ്താൽ ഈസിയായി മാറും. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കുട്ടിക്ക് ഏത് സബ്ജക്റ്റിനാണോ എപ്പോൾ മുതലാണോ മാർക്ക് കുറഞ്ഞു തുടങ്ങുന്നത്, അപ്പോൾ തുടക്കം തന്നെ അതിന്റെ കാരണം കണ്ടെത്തുക. സ്കൂളിലെ ക്ലാസ് കൂടാതെ അഡീഷണൽ സപ്പോർട്ട് കുട്ടിക്ക് വേണ്ടതായിട്ടുണ്ടെങ്കിൽ രക്ഷിതാക്കൾ ആ സബ്ജക്ട് പ്രത്യേകമായി കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ ട്യൂഷൻ സംവിധാനം ഏർപ്പെടുത്തുകയോ ചെയ്യണം. അത് ചെറിയ ക്ലാസ് മുതലാണെങ്കിലും, എസ്പെഷ്യലി ഇൻ മാത്സ്. ഓരോ വർഷവും പഠിക്കുന്നതിന്റെ തുടർച്ചയാണ് അടുത്ത വർഷം പഠിക്കാനുള്ളത്. അതുകൊണ്ട് ചെറിയ ക്ലാസ്സിലെ കോൺസെപ്റ്റ്സ് ക്ലിയർ ആയില്ലെന്നുണ്ടെങ്കിൽ വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ കുട്ടിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. ഉദാഹരണത്തിന് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒന്നും കൃത്യമായി ചെയ്യാൻ അറിയാത്ത കുട്ടി 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴുള്ള അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കാതിരിക്കുമല്ലോ. താങ്ക് യു.